വളാഞ്ചേരിയിൽ നിപ്പ ബാധിതരായ 42-കാരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വൈറസിന്റെ ഉറവിടം ഇനിയും കണ്ടെത്താനായില്ല. സമ്പർക്ക പട്ടികയിലുള്ള 8 പേരുടെ പരിശോധന ഫലം കൂടി നെഗറ്റീവായി. ഹൈറിസ്ക് വിഭാഗത്തിലുൾപ്പെട്ട 6 പേർ പനിയും മറ്റ് ലക്ഷണങ്ങളുമായി ചികിത്സയിൽ തുടരുകയാണ്. ഏപ്രിൽ 25-നാണ് വളാഞ്ചേരി സ്വദേശിയായ സ്ത്രീ വളാഞ്ചേരിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ കടുത്ത പനിക്ക് ചികിത്സ തേടിയത്. പനിയും ശ്വാസതടസ്സവും വിട്ടുമാറാതെ വന്നതോടെ മെയ് 1-ന് ചികിത്സ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. നിപ ലക്ഷണങ്ങൾ കണ്ടതോടെ ഇന്നലെ വരെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമായിരുന്നു. ഇവരുടെ സ്രവ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. ഈ പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് അറിയിപ്പും വന്നു. തുടർന്ന് ഭർത്താവും മക്കളുമടക്കം അടുത്ത് സമ്പർക്കമുള്ളവർ നിരീക്ഷണത്തിലാണ്. രോഗം സ്ഥിരീകരിച്ച മേഖലയിലെ 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വളാഞ്ചേരി നഗരസഭ, മാറാക്കര, എടയൂർ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലായിരുന്നു പ്രധാനമായും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വൈറസിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും യഥാർത്ഥ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. അതേസമയം വളാഞ്ചേരിയിലെ നിപ രോഗിയുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് വിപുലീകരിച്ചിട്ടുണ്ട്. 112 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 54 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. ഇതുവരെ 42 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. രോഗിയെ കൂടാതെ 10 പേർ ചികിത്സയിലുമുണ്ട്. ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ജോയിന്റ് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷനിൽ മൃഗങ്ങൾ ചത്തത് പ്രത്യേകമായി പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിപയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തൽ. പണം ഞങ്ങൾ തരും. സമ്പർക്ക പട്ടികയിലുള്ള 11 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതോടെ ആശങ്ക ഒഴിവായിട്ടുണ്ട്.